നമ്മൾ എന്ന് പേപ്പർ തുറന്നാലും കാണും ഇന്ത്യൻ രൂപയുടെ വില ഇടിയുന്നു. ഇത് എന്തുകൊണ്ട് ഇടിയുന്നു, ഇത് ആരാണ് ഇടിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. 2005 43 ഇന്ത്യൻ രൂപ കൊടുത്താൽ $1 കിട്ടുമായിരുന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 86 രൂപ കൊടുത്താലേ $1 കിട്ടും. ഇത് എന്തായിരിക്കും കാര്യം? മെയിനായിട്ട് 3 റീസൺസ് ഇതിനുള്ളത്. ഒന്ന്, നമ്മുടെ ഇമ്പോർട്ട്സ് ഭയങ്കര കൂടുതലാണ് എക്സ്പോർട്സിനെ വെച്ച് നോക്കുമ്പോൾ. അതായത് നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു, ഇലക്ട്രോണിക്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ എക്സ്പോർട്ടിൻ്റെ വാല്യൂ അത്ര എത്തുന്നില്ല. അപ്പോൾ ഈ ട്രേഡ് ഡെഫിസിറ്റ് ഭയങ്കര വലുതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനനുസരിച്ചിട്ട് ഡോളർ വേണം. അപ്പോൾ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുന്നു, അതുകൊണ്ട് തന്നെ രൂപയുടെ വാല്യൂ ഇടിയും. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റോക്കും ബോണ്ടും ഒക്കെ അവർ വിറ്റ്, ഇന്ത്യൻ രൂപയിൽ വിറ്റ് അവർ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ ഡോളർ അവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ വീണ്ടും ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുന്നു, ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയുന്നു. 3, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിഫറൻസ്. അതായത് US ഫെഡറൽ റിസർവ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ഗ്ലോബലി ഉള്ള ഇൻവെസ്റ്റേഴ്സ് പലയിടത്തു നിന്നും ഫണ്ട് മൂവ് ചെയ്ത്, ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും മൂവ് ചെയ്ത് US കൊണ്ടുപോകുന്നു. അപ്പോൾ വീണ്ടും US ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുന്നു, ഇന്ത്യയുടെ രൂപയുടെ വില ഇടിയുന്നു. അപ്പം ഇന്ത്യൻ രൂപയുടെ വില ഇടിവ് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പോർട്സ് കൂട്ടുക, ഇമ്പോർട്ട്സിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കുക. നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്താ? വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ ഇന്ത്യൻ രൂപയുടെ അവസ്ഥ എന്തായിരിക്കും കമ്പയർഡ് ടു US ഡോളർ?